വയനാട്ടിലെ വനപാതയിലൂടെ യാത്രയ്ക്കിടെ കാട്ടാനയെ കണ്ടു നിർത്തി സെൽഫി എടുക്കാൻ ഇറങ്ങിയവർക്കാണ് ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയത്. മറ്റൊന്നുമല്ല, കാട്ടാനയെ കണ്ട് സെൽഫിക്ക് പോസ്റ്റ് ചെയ്തവരെ ആന ചവിട്ടി അരയ്ക്കും മുമ്പ് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെയാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. സംഗതി ഇപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്രയിലെ കാട്ടാനയുടെ ചവിട്ടിൽ നിന്ന് സെൽഫി പ്രേമികൾ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വയനാട്ടിലെ വനപാതയിലൂടെയുള്ള യാത്രയ്ക്കിടെ റോഡിലിറങ്ങിയ 2 ആന്ധ്ര സ്വദേശികളെയാണ് ആന ഓടിച്ചത്. ഇതിനിടെ നിലത്ത് വീണ ഒരാളെ ആന ചവിട്ടിയില്ല എങ്കിലും ഇയാൾ തലനാരിടയ്ക്ക് തന്നെ രക്ഷപ്പെടുകയായിരുന്നു. വയനാട് മൈസൂർ ദേശീയപാതയിൽ ബുധനാഴ്ചയോടെയാണ് ഈ സംഭവം. തലപ്പുഴ സ്വദേശി സവാദ് പകർത്തിയ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നത്. വന്യജീവി സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന റോഡുകളിൽ വാഹനം പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വാതിൽ തുറക്കാനോ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് വനം വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും പാലിക്കാതെ റോഡിലിറങ്ങി ഫോട്ടോ എടുക്കാനും മറ്റും ശ്രമിച്ച 2 പേർക്കാണ്. എന്നാൽ ഇതൊന്നും പാലിക്കാതെ കാട്ടാനയെ കണ്ട ഉടൻ തന്നെ റോഡിലിറങ്ങി കാട്ടാനയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ച 2 ആന്ധ്രക്കാരെയാണ് ആന ഇപ്പോൾ ഓടിച്ചിരിക്കുന്നത്. വയനാട് അതിർത്തിയിലുള്ള കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വന്യജീവി സങ്കേതങ്ങളിൽ വനം വകുപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ കർശനമായി തന്നെ നടപടിയെടുക്കാറുണ്ട്. അതേസമയം ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും കാട്ടാനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യുവാവിനെ വിരട്ടി ഓടിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഒടുവിൽ ആക്രമിക്കാനെത്തിയ കാട്ടാനയുടെ പക്കൽ നിന്നും യുവാവ് രക്ഷപ്പെട്ടതാകട്ടെ തലനാരിഴയ്ക്കായിരുന്നു. വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് തമിഴ്നാട് സ്വദേശിയായ യുവാവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. യുവാവ് കാട്ടാനയുടെ സമീപത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാട്ടാന ഓടിച്ചതും. വയനാട് വന്യജീവി സങ്കേതത്തിലെ സഫാരി വാഹനത്തിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളാണ് സംഭവത്തിന്റെ വീഡിയോ പകർത്തിയത്. ഇതിന് പിന്നാലെ യുവാവിനെയും വാഹനത്തെയും കസ്റ്റഡിയിലെടുത്ത വനം വകുപ്പ് 4000 രൂപ പിഴ ഈടാക്കിയാണ് വിട്ടയച്ചത്. ഇതിനു മുമ്പ് കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ മുത്തങ്ങയ്ക്ക് സമീപം വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ വാഹനമൊന്നും നിർത്തരുതെന്നും പുറത്തിറങ്ങരുതെന്നും ഒക്കെ വനം വകുപ്പ് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെയാണ് തമിഴ്നാട് സ്വദേശികളെ യുവാക്കൾ വാഹനം നിർത്തി അതിലൊരാൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത്. റോഡിൽ നിന്ന് കാട്ടിനുള്ളിലേക്ക് കയറി ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന ഇയാളെ വിരട്ടി ഓടിക്കുകയായിരുന്നു. ആന ഓടിക്കുന്നതിനിടെയാണ് വനം വകുപ്പിന്റെ സഫാരി വാൻ അതുവഴി കടന്നു വന്നത്. ഇതോടെയാണ് ആന പിന്തിരിഞ്ഞതും. വനം വകുപ്പ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. യുവാവിൽ നിന്ന് വനം വകുപ്പ് പിഴ ഈടാക്കുകയും ചെയ്തു. ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് വനം വകുപ്പ് അറിയിച്ചിരുന്നു. അതേസമയം ഓടുന്നതിനിടെ ഭയന്നുപോയ ഇയാൾ വിഴുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വ്യാപകമായിട്ടാണ് പ്രചരിച്ചത്. റോഡിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന കാട്ടാനയെ കണ്ടപ്പോൾ ഇയാൾ വാഹനം റോഡരികിൽ നിർത്തി തുടർന്ന് മൊബൈലിൽ ദൃശ്യം പകർത്തിയിരുന്നു. ഇതിന് പിന്നാലെ യുവാവിനെ കണ്ട കാട്ടാന രോക്ഷാകുലനാകുകയും ഇയാളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയും ചെയ്തു. ഇതോടെ ഇയാൾ പിന്തിരിഞ്ഞോടുകയായിരുന്നു. എന്നാൽ കലിതുള്ളിയ കാട്ടാന പിന്നാലെ കുതിച്ചെത്തി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മറ്റ് സഞ്ചാരികൾ ബഹളം വെച്ചതോടെയാണ് ആന പിന്മാറിയത്. സംഭവം നടക്കുന്ന ആ സമയത്ത് തന്നെ വനം വകുപ്പ് സ്ഥലത്തെത്തിയിരുന്നു. ഇയാളുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് 4000 രൂപ പിഴ ഈടാക്കുകയും ചെയ്യുകയായിരുന്നു. അതുമാത്രമല്ല, അടുത്തിടെ കാട്ടിലൂടെയുള്ള യാത്രാമധ്യേ കാട്ടാനയെ കണ്ട് നേരിൽ പോയി മുമ്പിൽ നിന്ന് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് കൈകൂപ്പി നടുറോഡിൽ പട്ടിഷോ കാണിച്ച മകാനെയും വനം വകുപ്പ് പിടിച്ച് പഞ്ഞിക്കിട്ടു. നാട്ടിലെ കാട്ടാന ആക്രമണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴായിരുന്നു തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയ ഈ വെള്ളയും ഇട്ട മകാൻ അങ്ങോട്ട് പോയി കാട്ടാനെ വിരളി പിടിപ്പിക്കാൻ ശ്രമിച്ചത്. വനമേഖലയിലെത്തിയ ആൾ കാട്ടാനയെ കണ്ട് വണങ്ങിയും കൈകൂപ്പിയും വമ്പൻ ഷോ നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ മുണ്ടും ഷർട്ടുമെടുത്ത ഒരാൾ കാട്ടാനയ്ക്ക് സമീപം എത്തുന്നത് കാണാം. തുടർന്ന് സമയമുള്ളവർ കാട്ടാനയ്ക്ക് അരികിലേക്ക് പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇയാൾ കേൾക്കുന്നില്ല. 2 കൈകളും ഉയർത്തി പോസ്റ്റ് ചെയ്തും ഏറെ നേരം കൈകൾ മുകളിലേക്ക് ഉയർത്തി നിന്നു. ഒടുവിൽ ആനയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി പിന്തിരിയുന്നതും വ്യക്തമാണ്. ആദ്യമൊന്ന് പിൻവലിഞ്ഞ കാട്ടാന പിന്നീട് ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. ഇതിനു പിന്നാലെയാണ് വനം വകുപ്പ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വനമേഖലയിൽ അനധികൃത കടന്നുകയറ്റമെന്ന് ആരോപിച്ചുകൊണ്ട് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. തുടർ പരിശോധനയിൽ ആൾ വിനോദസഞ്ചാരി അല്ല എന്നുള്ളതാണ് വ്യക്തമായത്. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. റോഡിന് ഇരുവശവും വനമേഖലയായതിനാൽ ആനകൾക്ക് മാർഗതടസ്സം ഉണ്ടാകരുത് എന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. നിരവധി വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ അറസ്റ്റ് വിവരങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം പങ്കുവച്ചുകൊണ്ട് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.